പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയേറെ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നതായ ഈ സമയത്ത് ദൈവമായ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് അതിനുള്ള അവസരവും കൃപയും തന്നനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിന് ആധാരമാക്കി ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഊനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ 18 വർഷം രോഗാത്മാവ് ബാധിച്ചിട്ട് നിവർന്നു നിൽപ്പാൻ കഴിയാതെ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ദൈവാലയത്തിനകത്ത്. ദൈവാലയത്തിന്റെ പുറത്തല്ല, ദൈവാലയത്തിന്റെ അകത്താണ് ഈ സ്ത്രീ ഉള്ളത്. എന്നാൽ അന്ന് ശബത്ത് ആചരിക്കാൻ വേണ്ടി ഈ സ്ത്രീയും ദൈവത്തെ ആരാധിപ്പാൻ ദൈവാലയത്തിൽ നിരന്തരമായി എല്ലാ ആരാധനയും ഒന്നുപോലും വിടാതെ കൃത്യമായി പങ്കെടുക്കുന്ന നല്ല സമർപ്പണമുള്ള നല്ല മനസ്സിൻ്റെ ഒരു നല്ല ഉടമയായിരുന്നു ആ കൂനിയായ സ്ത്രീ. സ്ത്രീക്ക് നിവർന്നു നിൽപ്പാൻ കഴിയുന്നില്ല. ഒരു വലിയ കൂന അവരുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ നിവർന്നു നിൽക്കുന്നവരും കൈകൊട്ടാൻ കഴിവുള്ളവരും ചാടാൻ കഴിവുള്ളവരും ഉപദേശം പറയാൻ കഴിവുള്ളവരും ഒക്കെ ആ ദൈവാലയത്തിനകത്തുണ്ട്. അവര് പുരോഹിതന്മാരുണ്ട്, പ്രമാണിമാര്, ദേശത്തിന്റെ പ്രമാണിയുണ്ട്, പള്ളിക്കകത്തെ പ്രമാണിയുണ്ട്, അങ്ങനെ കുറെ പ്രമാണിമാരുണ്ട്, പരീശന്മാരുണ്ട്, ദൈവത്തെ അനുസരിക്കുന്നവരുണ്ട്, ദൈവമായിട്ട് തർക്കവാദം നടത്തുന്നവരുണ്ട്, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരുണ്ട്, ആരാധന എതിർക്കുന്നവരുണ്ട്, ആരാധന കടന്നു വരുന്ന ജനത്തിന് ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പല വിധമായ വിശ്വാസികളാണ് ആ പള്ളിക്കകത്തുള്ളത്. ഇവരുടെ എല്ലാം പേര് വിശ്വാസി എന്നാണ്. ഇവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷേ ഇവരുടെ സ്വഭാവങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിലുപരിയായി ആരാധന ഒരു പ്രകടനമേ അല്ല. ആരാധന എന്താണ്? ആരാധന ആരെയും പ്രശംസ പിടിച്ചു പറ്റുവാനോ ആരുടെയും അഭിപ്രായം മേടിച്ചു കെട്ടാനോ നല്ല ആരാധനയാണെന്ന് പ്രശംസിക്കാനോ ഉള്ളതല്ല ആരാധന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആരൊക്കെ തടഞ്ഞാലും ആരെല്ലാം തടസ്സവാക്കുകൾ ഉന്നയിച്ചാലും ഒരിക്കലും ഒരു ദൈവത്തെ കണ്ട് ഇറങ്ങിയ ഒരു ദൈവപൈതലിനെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. അവിടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാതിരിക്കാൻ ദൈവത്തിനും കഴിയത്തില്ല എന്നുള്ളതാണ്. ഈ 18 വർഷത്തിന് മുമ്പ് വരെയും യേശു കർത്താവ് ആ ദൈവാലയത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ദൈവാലയത്തിൽ അന്നത്തെ ആരാധനയില് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും ആ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന പള്ളി പ്രമാണിയുടെയോ പുരോഹിതന്മാരുടെ അനുസരിച്ചോ അല്ലെങ്കിൽ പരീശന്മാരുടെ അനുസരിച്ചോ അല്ല കർത്താവ് അവിടെ വന്നിരിക്കുന്നത്. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം അവിടെ കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീ, അവൾക്ക് നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ലെങ്കിലും അവൾ ദൈവാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. 1000-10,000 ജനങ്ങൾ വരുന്നതിലല്ല കാര്യം. കർത്താവിന് ഏത് വ്യക്തിയോടാണ് സംസാരിക്കാനുള്ളത്, അതാണ് കർത്താവ് അംഗീകരിക്കപ്പെട്ടയാള്. സ്തോത്രം. ഇവിടെ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ, ഞാൻ ഈ ആലയത്തിൽ വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ
ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അവൾ ആത്മാർത്ഥമായ രീതിയിൽ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ മേൽ വരികയാണ്. ഈ സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെന്നിട്ട് പറഞ്ഞു, നീ നിവർന്നു നിൽക്ക. ഇതുവരെ നിനക്ക് നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ല, എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുന്നു, നീ നിവർന്നു നിൽക്ക. അവൾ നിവർന്നു നിന്നു. അധികാരമുള്ളവൻ പറഞ്ഞപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. സ്ത്രീ നിവർന്നു നിന്നു, അവിടെ കൂഞ്ഞുമാറി, അവൾ കർത്താവിനെ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. ആരാധന അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരെല്ലാം കർത്താവിനെതിരെ ഇഞ്ഞു വന്നു. എന്താ വന്നേ? ഇന്ന് ശബത്തല്ലേ, ഈ ശബത്ത് ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന കാര്യം അറിയത്തില്ലേ? എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്തത് എന്നെ തല പോകുന്ന വിഷയമാണ് ചെയ്തത്. കർത്താവ് മോഷ്ടിക്കാൻ പറഞ്ഞില്ലല്ലോ, അവന്റെ അതിരുമാന്താൻ പറഞ്ഞില്ലല്ലോ, അല്ലെ അവനെ കൊള്ളയിടാൻ പറഞ്ഞില്ലല്ലോ. 18 വർഷം രോഗിയായി ഈ ദൈവാലയത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞ ഈ വ്യക്തികൾക്കൊന്നും അവരോടൊരു വാക്കു പറയാനോ ഒന്ന് സമാശ്വസിപ്പിക്കുവാനോ അവരോട് അവരുടെ വിഷയം ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിക്കാനോ കഴിയാത്തതായ മൂഢന്മാര്, അജ്ഞാനികള് പറയുന്നത് എവിടെയാ? ദൈവാലയത്തിനകത്ത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവാലയത്തിനകത്താ. അപ്പൊ ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടി ഒരു സ്ത്രീ തന്റെ മനസ്സും ഹൃദയവും ജീവിതവും എല്ലാം ദൈവത്തെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവളെ അംഗീകരിക്കുക ചെയ്യുന്നത്. നേരെ കർത്താവിനടുത്ത് വന്ന് പറയാം, അത് പാടില്ലായിരുന്നു. എന്താ പാടില്ലാത്ത? ശബത്ത് ദിവസമാണെന്ന്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അപ്പൊ കർത്താവ് ചോദിച്ചു, ശരിയാ, ശബത്ത് ദിവസമാണ്. മോശയുടെ അവര് തക്കതായ ഒരു കാര്യം കൊണ്ടുവന്നത്, എന്ത് കാര്യം ചെയ്താലും അതിനൊരു ന്യായീകരണം കൊണ്ടുവരല്ലോ. അപ്പൊ ഒരു ന്യായീകരണം കൊണ്ടുവന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരിക്കണമെന്ന്. ഒടയ തമ്പുരാൻ പറഞ്ഞ കാര്യമാ അദ്ദേഹമായി ഇവിടെ വന്ന് നിൽക്കുന്നത്. നിയമം പൊളിക്കാനും നിയമം കഠിനമാക്കാനും നിയമം ലഘൂകരിക്കുവാനും ശക്തനായവൻ, അധികാരമുള്ളവനാ ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത്ര അധികാര പവറുള്ള ആളാ ഇതിനെ മുമ്പ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അധികാരമൊന്നും കാണിക്കുന്നില്ല. പ്രയാസം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ഉദ്ദേശവും കർത്താവിന്റെ ആഗ്രഹവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ശരിയാ, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആടോ നിങ്ങളുടെ മാടോ കുഴി അകപ്പെട്ടു പോയാൽ അത് ശബത്ത് ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ രക്ഷിക്കാതെ ഇരിക്കുവോ? ഉത്തരമുട്ടി അവർക്ക്. ദൈവാത്മാവിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഉത്തരം മുട്ടിപ്പോകും.